ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കഴിക്കാനായിട്ട് പോകുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റു ജസ്റ്റ് ഒരു മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങിയതാണ്. ലേക്ക് സൈഡ് പോയി ലേക്ക് സൈഡ് കാഴ്ചകളൊക്കെ കാണാം. ജാനകി ചെറിയ പിണക്കത്തിലാണ്. ഒരു റൗണ്ട് കരച്ചിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഓക്കെ, രാവിലത്തെ കാഴ്ചകൾ രാവിലത്തെ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അടിപൊളി വൈബാണ്. നല്ല ഇളം വെയിലും തന്നെ ചുറ്റുമുള്ള കാഴ്ചയൊക്കെ നോക്കി. നമുക്കത് അങ്ങോട്ട് പോയി നോക്കാം. ആനന്ദേട്ടൻ രാവിലെ വന്ന് ഈ കാഴ്ചയൊക്കെ എൻജോയ് ചെയ്ത് നിപ്പുണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട്. ജാനകി ആനന്ദേട്ടാ, എന്തേ ആ കാണുന്നതേ അത് കാളിമലയാണോ? കാളിമല പോയിട്ടുണ്ടോ? റിസർവ് പോയിട്ടുണ്ടോ? പോണേ. കാളിമല ആ റേഞ്ചാണ്. ആ കാണുന്നല്ലേ കാണുന്ന ആ ഭാഗത്ത്. ഈ നമ്മൾ ഈ കാണുന്ന മൊത്തം തമിഴ്നാടാണ്. ഈ കാളിമല എന്ന് പറയുന്നതും തമിഴ്നാട് ബോർഡറാണ്, അതിർത്തിയാണ്. അപ്പുറം തിരുവനന്തപുരം. ഓക്കെ. ഈ സൈഡ് ട്രിവാൻഡ്രം, ഈ സൈഡ് തമിഴ്നാട്, അങ്ങനെയാണ്. അതെ ആ സൈഡ് അപ്പുറം, അതായത് മലയ്ക്ക് അപ്പുറം. ഇത് പണ്ട് കൊച്ചിലെ നമ്മളവിടെയൊക്കെ സ്ഥിരം കാണുന്നൊരു കാഴ്ചയായിരുന്നു. ഈ മഞ്ഞുതുള്ളികൾ പുല്ലിൽ വന്ന് മല കെട്ടിയിരിക്കുന്നൊരു കാഴ്ച. ഈ മഞ്ഞുതുള്ളി ഈ ഇങ്ങനെ പുല്ല് കെട്ടിയിരിക്കുന്നതൊക്കെ പണ്ട് കൊച്ചിലെ വയലിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. രാവിലെ കളിക്കാൻ പോകുമ്പോൾ കണ്ടെത്തി കളിക്കാൻ പോകുമ്പോൾ ഇതിലൊക്കെ കിടക്കും. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. ഇവിടെ ജാനകുട്ടി എവിടെ? ജാനകുട്ടി രാവിലത്തെ ഒരു മോർണിംഗ് വൈബൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. ജാനകി അമ്മൂടെ നിൽപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ചായയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിക്കുന്ന ആളല്ല. ഇത് മസാല ചായ, ഇത് നോർമൽ ചായ. മോന് ജാനകി ഇപ്പം എന്ത് കണ്ടാലും കയറി അങ്ങ് പിടിക്കും. പേടിയാണ് ശരിക്കും. അമ്മു ഒരു ചായ പ്രേമിയാണ്, ചായ ലവർ. അമ്മു പല്ലിയൊക്കെ ചായ കുടിക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഞാൻ പല്ല് തേച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. ചുമ്മാ നമ്പർ കൗണ്ടർ അടിക്കുന്നു. വെജ് ബ്രേക്ക്ഫാസ്റ്റ് സെക്ഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ഇഡ്ഡലി, സാമ്പാർ, ഇടിയപ്പം എടുക്കുന്നവർക്ക് വെജ് സ്റ്റൂ എടുക്കാം. പിന്നെ വിവിധ തരം ചമ്മന്തികൾ, ചട്നികളുണ്ട്. കോക്കനട്ട്, ടൊമാറ്റോ, ക്യാരറ്റ് ഉണ്ട്. പിന്നെ ഇതല്ലാതെ നെക്സ്റ്റ് ടൈപ്പ് മിൽക്ക്, നമ്മുടെ
സിറൽസ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ്. നട്ട്സ് ഉണ്ട്. പിന്നെ ഇതേ മസാല വട, പരിപ്പോട പോലെ ഇരിക്കുന്നത് മസാല വട എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ടൂര, ഇത് ചന മസാല, ഇത് പൊങ്കൽ, സ്വീറ്റ് പൊട്ടറ്റോ, ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ, അമേരിക്കൻ പാൻ കേക്ക്, പിന്നെ ബോട്ടിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡ് വെജിറ്റേറിയൻ സെക്ഷൻസ്, നമ്മൾ കറങ്ങി വന്നപ്പോൾ ഈ സൈഡ് നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ്. ഒരു ഇഡ്ഡലി, ഇത് ടൊമാറ്റോ ചട്നി, കോക്കനട്ട് ചട്നി, ക്യാരറ്റ് ചട്നി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വ്യൂ കാണിച്ചു തരാവേ. ഇതാണ് വ്യൂ, നല്ല അടിപൊളി വ്യൂ അല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആംബിയൻസ് വേണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. ജാനകി ബ്രേക്ക്ഫാസ്റ്റ്, എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ ജ്യൂസസ് ഉണ്ട്, പിന്നെ പൈനാപ്പിള്, വാട്ടർമെലൺ, ഷമാം, ക്യാരറ്റ്, കുക്കുംബർ, ടൊമാറ്റോ, ക്രോസൻറ്റ്, പിന്നെ ബ്രെഡും ജാമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബ്രെഡ് ജാം തന്നെ, മാംഗോ, സ്ട്രോബെറി ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്. ഇങ്ങോട്ട് ജാനകി, ജാനകി ചെറിയ ഫിഷ് പിടിക്കുന്നുണ്ട്, ചെറിയ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. സ്ട്രിങ് അങ്ങോട്ടൊരു കൊളുത്ത് ഒരു വരിവുണ്ടെങ്കിൽ മീൻ കൊളുത്തിയെന്ന് അർത്ഥം. ഈ ഇത് അതിലെന്താണ് കോർത്ത? ഫിഷ് ഫുഡാണോ? മാവ്. കിട്ടി, നമുക്കൊരു മീനിനെ കിട്ടി. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. അത് വീണ്ടും പോയല്ലേ. ആനന്ദേട്ടൻ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്. നിങ്ങളിതേ ആ പാറ കണ്ടോ, അതിനെ ഇവിടെ പറയുന്നത് പ്രഗ്നൻറ്റ് ലേഡി ഹിൽ എന്നാണ്. സൂക്ഷിച്ച് ഹെഡ്, പിന്നെ പ്രഗ്നൻറ്റ് ലേഡിയുടെ വയറ് കിടന്നിട്ട് ശരിക്കും പ്രഗ്നൻറ്റ് ലേഡി കിടക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇവിടെ അതിനെ പ്രഗ്നൻറ്റ് ലേഡി ഹിൽ എന്നാണ് പറയുന്നത്. പിന്നെ ഈ കാണുന്നത് ഇതാണ് കാളിമല. ഇത് കാളിമല, പിന്നെ ഇത് കുരിശുമല. ഇത് ശരിക്കും 70s ഫോമായൊരു ലേക്ക് പോലാണ്. 70കളിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അതേ തുടർന്ന് ഇങ്ങനെ വെള്ളം ഈ പ്രദേശത്ത് നിൽക്കുകയും പിന്നെ ഗവൺമെൻറ് ആ സൈഡിലായിട്ട് ഒരു ഡാം കെട്ടി. ഇതൊരു 70s ശേഷം വന്നൊരു ലേക്കാണ്. 70കൾക്ക് മുമ്പ് ഇവിടെ ഒരു ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലവും ഇതൊരു റോഡൊക്കെ ആയിരുന്നു. പഴയ റോഡാണ് ഇപ്പോൾ ഈ വെള്ളം മൂടി കിടക്കുന്നത്.
അതിന് പകരം പിന്നെ ഇപ്പം ആ സൈഡിലായിട്ട് അവിടെ ആയിട്ട് റോഡും കാര്യങ്ങളൊക്കെ അതിന് ശേഷം നിർമ്മിക്കുക ചെയ്തു. അപ്പോൾ ഇത് പഴയൊരു റോഡാണ്. ഇപ്പം 70കൾക്ക് ശേഷം ഒരു എന്താ പറയുക ചിറ്റാറിൻ്റെ ഭാഗമായിട്ട് ഒരു ലേക്ക് പോലെ കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തായിട്ട് ആ ഭാഗത്തായിട്ടാണ് കോതയാർ ഡാമും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നല്ലൊരു മനോഹരമായ വ്യൂ ആണ്. ഇതൊക്കെ ഇവിടെയുള്ള ആക്ടിവിറ്റീസാണ്. സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാം, പിന്നെ ക്യാരംസ് കളിക്കാം. കുറച്ച് അപ്പുറത്തായിട്ട് നമുക്ക് ചെസ് ബോർഡുണ്ട്, ലൂഡോ ബോർഡുണ്ട്. അപ്പം ഈ ആംബിയൻസൊക്കെ എൻജോയ് ചെയ്ത് ഇവിടെ വന്ന് നമുക്ക് ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ ഇരുന്ന് ഗെയിമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ ജാനക്കുട്ടി നിൽക്കുന്നത് നല്ല വൈബാണ്, നല്ല രസമുള്ള കാഴ്ചകളാണ്. നല്ല രീതിയിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാം. ജാനക്കുട്ടിയുടെ മേളിൽ പ്രാവിനെ കണ്ട് ചിരിക്കുന്നതാണ്. ജാനകി 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 ഓ പ്രാവിനെ കണ്ട് എക്സൈറ്റഡ് ഓ രുദ്രകൂട്ടൻ വളരെ സൈലൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അഞ്ചു അടി ഉണ്ടാക്കുന്നു ഫോട്ടോ എടുക്കാനായിട്ട്. ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ട്. കുഞ്ഞിന് കാണാം. താങ്ക് യു. ജാനകിയും രുദ്രകുട്ടനും കൂടെ ഫിഷ് ഫീഡിങ്ങിലാണ്. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കാവ്യയുടെ മൊബൈലിലായിരുന്നു. അതിൽ മെമ്മറി ഫുള്ളായി. ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ മൊബൈലിലോട്ട് സ്വിച്ച് ചെയ്തു. അതാണ് വിഷ്വൽസിൽ നിങ്ങൾക്കൊരു ചെറിയ ചേഞ്ച് തോന്നിയത്. സോറി ഫോർ ദാറ്റ്. ഇവിടെ എല്ലാവരും ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫിഷിംഗ് അല്ല ഫിഷ് ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിൽ നല്ല വൈബാണ്. നമുക്കുള്ള ബഗി വന്ന് നമുക്ക് പോകാൻ ടൈമായി. ഞാനും രുദ്രകൂട്ടനും രുദ്രകൂട്ട ഇതാ ബഗ്ഗി വന്ന് ബഗ്ഗി കയറിയിരിക്കാം. നമ്മളെ ബഗ്ഗി കാർ പാർക്കിങ്ങിൽ വന്നപ്പോൾ കണ്ടതാണേ. എന്തോ കഴിക്കുകയാണ്. തേങ്ങയാണെന്ന് തോന്നുന്നു, തേങ്ങ. ഇത് കാർ പാർക്കിങ് ഞങ്ങൾ ബഗ്ഗിയിൽ വന്നപ്പോഴത്തേക്കും കണ്ടതാണ്. മൊത്തത്തിൽ നല്ലൊരു വൈബായിരുന്നു. വളരെ കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ള എൻവയോൺമെൻറ്റ്. പ്രകൃതിയോട് ചേർന്നുള്ള എന്താ പറയുന്ന ഒരു സ്റ്റേ ആണ്. ഇതാണ് ഞങ്ങളുടെ താമസ സ്ഥലം. അവിടെയാണ് ആനന്ദേട്ടനും ഫാമിലി. ഇതെല്ലാം റബ്ബർ മരങ്ങളാണ്. പക്ഷെ അതെല്ലാവരും നല്ല രീതിയിലത് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിക്കാണ് ആ ചുറ്റുപാടെല്ലാം വച്ചിരിക്കുന്നത്. ലോണും ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നതും ഇതൊക്കെ ലൈറ്റുകളാണ്. രാത്രി നല്ല ഭംഗിയാണ്. ഓവറോള് നല്ല വൈബായിരുന്നു. ഞാൻ വൈബ് എന്നുള്ള വാക്ക് വീഡിയോയിൽ ഒരുപാട് പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. എന്താ പറയുന്നത്, നല്ല റിലാക്സേഷനായിരുന്നു എനിക്ക് ഫാമിലിയായിട്ട്. കുഞ്ഞുമായിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സ്റ്റേക്കേഷനായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുഡ്. പിന്നെ റേറ്റ് കുറച്ച് അതിൻ്റേതായ ഒരു ലെവലുണ്ട്. അല്ല, ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ചോയ്സ്. നമുക്ക് വേണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ വരണ്ട. പക്ഷേ നല്ല ഒരു ഏരിയ. ചിറ്റാറ് മുന്നിലുണ്ട്. നമുക്ക് ഫിഷിങ് നടത്താം, പിന്നെ ഫിഷ് ഫീഡിങ് നടത്താം.
ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസിലൊന്നും പോയില്ല. കൂടുതൽ നേരവും ഞങ്ങൾ കുഞ്ഞൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. പല പല സ്പോട്ടിലൊക്കെ പോയിരുന്നു, ഫുഡ് കഴിച്ചു, അങ്ങനെയൊക്കെ. അപ്പം ഇതായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സി യു.